ഉണ്ടാക്കുന്ന ഹലാലായിട്ട് ഉണ്ടാക്കുക. ഞാൻ കോടീശ്വരനാണ്, എനിക്ക് കായംകുളത്ത് 2 ഏക്കർ ഉണ്ട്, അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അവിടെ 3 കടയുണ്ട്, ഇവിടെ 5 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഒരു പെട്ടിക്കട മതി, ഒരു ചായക്കട മതി, ഒരു ചെറിയ ഒരു കട മതി. അത് ഹലാലായ കടയായിരിക്കണം. അതിൽ നീ സമ്പാദിക്കുന്നത് ഹലാലായ പൈസയായിരിക്കണം. നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതും ഹലാലായതായിരിക്കണം. ഇതാണ് അല്ലാഹു റസൂലും പറഞ്ഞത്. ആയിരങ്ങളും കോടികളും നിനക്ക് സമ്പാദിക്കാം, പക്ഷെ അത് ഹറാമിന്റെ അംശമുണ്ടെങ്കിൽ വല്ലാഹി റബ്ബുൽ ഇസ്സ നിന്റെ ഒരു സദഖ പോലും, ഒരു സുന്നത്ത് പോലും, ഒരു ഫർദ് പോലും അല്ലാഹു സ്വീകരിക്കൂല. അതാദ്യം പഠിച്ചു വെച്ചോ, അതാദ്യം പഠിച്ചു വെച്ചോ. കോടീശ്വരനാണ്, കോടീശ്വരനാണ്. വലിയ വലിയ വണ്ടി എടുത്തിട്ടൊക്കെ ഭയങ്കരമായിട്ട് 4 സൈലൻസറും വെച്ചിട്ട് പടക്ക് പടക്കെന്ന് പറഞ്ഞ് ഓടിച്ചോടിച്ചോടിച്ചു പോകും. ഈ കോടാന-കോടി രൂപ ബാങ്കിൽ ലോൺ എടുത്തിട്ട് പലിശയ്ക്ക് പണം എടുത്തിട്ടാണ് ഈ പ്രൊപ്പഗണ്ട കാണിക്കുന്നത്, ഈ അഹങ്കാരം, ഈ ആർഭാടം കാണിക്കുന്നത്. ഇല്ലടാ, നിന്നെ അല്ലാഹു വിടൂല. ഈ ഒരു ദുനിയാവിൽ നീ സുഖിക്കും. നാളെ ആഖിറത്തിൽ അല്ലാഹു എത്തുമ്പോ നിന്നെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ അന്ന് നീ വിറക്കും. അന്ന് നീ ദുനിയാവിലേക്ക് മടങ്ങാൻ യാചിക്കും. ആ സമയത്ത് പഠിച്ചവനെ, ഞാൻ ഈ ദുനിയാവിലെ പലിശയുടെ മുകളിൽ കിടന്ന് മറിഞ്ഞത് അത് തെറ്റായി പോയി, അധർമ്മമായി പോയി, ആരും പറയാൻ ഇല്ലായിരുന്നു എന്ന് നിനക്ക് പറയാൻ അവകാശമില്ല. അപ്പൊ ഈ ക്ലിപ്പൊക്കെ അല്ലാഹു എടുത്തങ്ങോട്ട് തരും. ആളുകൾക്ക് പണം മതി, പൈസ ഉണ്ടാക്കുന്ന വഴി നോക്കല്ല, ഹലാലിന്റെ വഴിയല്ല. കാശ് ഉണ്ടാവണം അളിയ, ജീവിക്കാൻ കാശ് വേണം അളിയ. ആയിക്കോട്ടെ അളിയ, അത് ഹലാലായിട്ട് ഉണ്ടായിക്കോളിയ, ഹലാലായിട്ട് ഉണ്ടാക്ക്, ഹറാമായിട്ടൊന്നും ഉണ്ടാക്കണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മഖ്സൂദ് ബിർറിസ്ഖി മാ ഖല്ല വ കഫാ ഫഇന്നമാ ഖല്ല വ കഫാ ഖൈറുൻ കസുറ മിമ്മാ കസുറ വ അൽഹാ. അൽ മഖ്സൂദ് ബിർറിസ്ഖ്, റിസ്ഖ് എന്ന് പറയുമ്പോൾ അതിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ഖല്ല വ കഫാ, നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടന്നു പോകുന്ന ഒരു സമ്പത്താണ് നമുക്കുള്ളതെങ്കിൽ മക്കളെ, അതിൽ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഫൈന്നമാ ഖല്ല വ കഫാ, നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഖൈറും മിമ്മാ കസുറ വ അൽഹാ, അനാവശ്യമായ പണം ഒരു തെളിവുമില്ലാതെ, അള്ളാന്റെ പൊരുത്തമില്ലാതെ ഹറാമിലൂടെ വന്നൊഴുകുന്നതിനേക്കാൾ ഹലാലായ സമ്പാദ്യം ഉള്ളതുകൊണ്ട് ജീവിക്കുക എന്നത് ഖൈറാണ്, ബർക്കത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിച്ചോ? എനിക്കിപ്പോ വലിയ ആചാരാണ്, എനിക്ക് അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കല്ലി വല്ലി. എന്തിതൊക്കെ? അദാനിയും ഉറങ്ങുന്നു, ഇവിടുത്തെ പെട്ടിക്കടക്കാരനും ഉറങ്ങുന്നു. അദാനിയും രാവിലെ തിന്നുന്നു, പെട്ടിക്കടക്കാരനും തിന്നുന്നു. മീൻ കച്ചവടക്കാരനും സുഭിക്ഷമായി ജീവിക്കുന്നു, അംബാനിയും സുഭിക്ഷമായി ജീവിക്കുന്നു. എല്ലാരും കിടക്കുമ്പോ അവനും ഉറങ്ങുന്നു, നമ്മളും ഉറങ്ങുന്നു. ഉറങ്ങിക്കഴിഞ്ഞാല് ഞാൻ തീട്ടക്കുഴിയിലാണോ കിടക്കുന്നത്, കക്കൂസിലാണോ കിടക്കുന്നത്, മണിമാളികളാണോ കിടക്കുന്നത്, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല, അതൊന്നും ആർക്കും അറിയില്ല. ഉറക്കം കഴിഞ്ഞാൽ തീർന്ന്. നിന്റെ പള്ളയിലേക്ക് നീ അയക്കുന്നത്, നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതും ഹലാലായ പണമല്ലാത്ത പണമാണെങ്കിൽ വല്ലാഹി സത്യം, നിന്റെ ഒരു ദുആയും, നിന്റെ ഒരു സദഖയും, നിന്റെ ഒരു നോമ്പും, നിന്റെ ഒരു ഖുർആനും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹ്ക്ക് പ്യുവർ സാധനം മതി. അല്ലാഹ്ക്ക് ചുമ്മാ കൂടിക്കലത്തെ ഉഡായിപ്പ് ഐറ്റങ്ങളൊന്നും, അല്ലാഹ്ക്ക് അലിബാബ സാധനമൊന്നും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹ്ക്ക് ഒറിജിനൽ സാധനം കൊടു, അതേ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ പിശാചിന്റെ നേതാവ് പറയും അവന്റെ അനുയായികളോട്, അവനെ നീ ഒന്ന് പോയി നോക്ക്, അവന്റെ ഭക്ഷണം എവിടെ നിന്നാണെന്ന് നോക്ക്. അവന്റെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണെങ്കിൽ അവനെ വിട്ടേക്ക്, അവനെ ഇടങ്ങേറാക്കാൻ പോകണ്ട. വെറുതെ അവൻ വെറുതെ നിസ്കരിക്കുന്നു, വെറുതെ നോമ്പെടുക്കുന്നു, വെറുതെ ദുആ ചെയ്യുന്നു, അതുകൊണ്ട് യാതൊരു ഫായിദയുമില്ല. من أنفق الحلال في الطاعة كمن طهر الثوب بالبول. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി പറഞ്ഞ വാക്കാണ്. من أنفق الحلال في الطاعة من أنفق الحرام في الطاعة. പലിശയുമായി ബന്ധപ്പെട്ട ഹറാമിന്റെ പണം നമ്മൾ ഇബാദത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ചെലവ് ചെയ്താൽ അവൻ ആരെ പോലെ? കമൻ തഹറ الثوب بالبول, മൂത്രത്തിനകത്ത് അവന്റെ വസ്ത്രം കഴുകിയവനെ പോലെ. മൂത്രത്തിൽ വസ്ത്രം കഴിയിട്ട് ജുമാക്ക് പള്ളിയിൽ എടുത്തുകൊണ്ട് വരുന്നവനെ പോലെ.
ആര്? ഹറാമ് തിന്ന് ജീവിച്ചവൻ, ഹറാമ് തിന്നുന്നവൻ. ഇന്ന് നമ്മളെ വണ്ടികൾക്കൊക്കെ ഫിനാൻസ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ മുസ്ലിം സമുദായം അല്ലേ? ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്നു. അതിനൊക്കെ വണ്ടിക്ക് കൺസൾട്ടൻസ് എന്നൊക്കെ പേരിട്ടിട്ട്, മുസ്ലിം പേരിട്ടിട്ട് 5 നേരം നിസ്കാരമുള്ള കൗമുകളാണ് ഈ CC ഇടാൻ വേണ്ടി, പലിശയ്ക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തിന് നീ നിസ്കരിക്കാൻ പോണേ? നീ എന്തിനു നിസ്കരിക്കാൻ പോണത്? ഈ പലിശയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടി, പലിശക്ക് ഞങ്ങൾ എടുത്തു തരാം, ഈ വണ്ടി 5 ലക്ഷം രൂപയാണ്, കുഴപ്പമില്ല, 1 തന്നാ മതി, 4 ലക്ഷം രൂപ നമുക്കിവിടെ പരിചയമുള്ള ബാങ്ക് ഉണ്ട്, ആ ബാങ്കിലൂടെ നമ്മൾ സെറ്റാക്കി തരാം. എന്നിട്ട് ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ പെട്ടെന്ന് കട പൂട്ടിട്ട് പള്ളിയിൽ പോകും. അവല് ഒക്കത്തിൽ പോയി നിസ്കരിക്കും. പോയാ എന്റെ നിസ്കാരം അള്ളാഹ് കണ്ട, വല്ലാഹി സത്യം വേണ്ട, എന്റെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട, നീ വേറെ എവിടെ പോയി നിസ്കരിക്കും. ഞാൻ അധികം പോയി തരാം, 100 ഓതട്ടെ, അവിടെ നീ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ തലബ ദുനിയാ ഹലാലാ. എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്? എന്തിനാണ് സമ്പാദിക്കുന്നത്? റസൂൽ ഞങ്ങൾ പറഞ്ഞ വാക്ക, മൻ തലബ ദുനിയാ ഹലാലാ ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ ലിജാരിഹി. ആരുടെ മുന്നിലും പോയി യാചിക്കാതിരിക്കാനും തെണ്ടാതിരിക്കാനുമാണ് നമ്മൾ സമ്പാദിക്കുന്നത് കേട്ടോ. അത് ഹലാലായ സമ്പാദ്യമാകണേ. പടച്ചവനെ, എന്റെ മക്കൾ നാളെ തെണ്ടരുത് റബ്ബേ, മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടരുത് പടച്ച റബ്ബേ. അതുകൊണ്ട് എന്റെ മക്കൾക്ക് വേണ്ടത് ഞാൻ ഹലാലായത് സമ്പാദിച്ചു വെക്കാം. അതുകൊണ്ട് സമ്പാദിക്കേണ്ടത് നമ്മുടെ മക്കൾ മറ്റുള്ളവരോട് പോയി യാചിക്കാതിരിക്കാനാണ്. ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അലാ. യാചിക്കാൻ പാടില്ല, യാചിക്കാതിരിക്കാനാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് എന്റെ പരിശ്രമം, എന്റെ ഈ വിയർപ്പ് ഞാൻ ഒഴുക്കുന്നത്, എന്റെ ചോര ഞാൻ നീരാക്കുന്നത് എന്റെ മക്കളെ പോറ്റാനാണ്. അത് ഏറ്റവും വലിയ കൂലിയാണ്. അത് ഹറാമിലൂടെ വേണ്ട ഉപ്പമാരെ, ഉമ്മമാരെ, അത് ഹറാമിലൂടെ വേണ്ട, അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ നിന്റെ മക്കൾക്ക് നിങ്ങൾ അന്നം കൊടുക്കാവൂ കേട്ടോ. ഒരു കിളയക്കാരനെ കണ്ടിട്ട് പറമ്പില് പണിയെടുത്തിട്ട് വന്ന, പറമ്പിൽ പോയിട്ട് വിറക് കീറി കൊടുത്തിട്ട് വന്ന ഒരു കൃഷിക്കാരനെ കണ്ടിട്ട്, ഒരു വിറവുകാരനെ കണ്ടിട്ട്, ഒരു തൊഴിലാളിയെ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ കൈയോട് ചേർത്ത് പിടിച്ചപ്പോ ആ തൊഴിലാളിയുടെ കയ്യില് ഭയങ്കരമായ തഴമ്പാണ്. അള്ളാന്റെ റസൂൽ ആ തഴമ്പില് തൊട്ടിട്ട് പറഞ്ഞു, ഇത് സ്വർഗത്തിന്റെ പൂക്കളാണ് കേട്ടോ, ഇത് സ്വർഗത്തിന്റെ വസന്തമാണ് കേട്ടോ, ഈ ത്യാഗം സ്വർഗമാണ്, സ്വർഗമാണ്. അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല കച്ചവടം ഏതാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അമലുർ റജുലി ബിയദൈഹി, ഒരു മനുഷ്യൻ അവന്റെ കൈ കൊണ്ടെടുക്കുന്ന പണിയാണ് ഏറ്റവും നല്ല കച്ചവടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത് പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, പലിശയില്ലാത്ത എല്ലാ നല്ല കച്ചവടങ്ങളും ഹലാലാണ്, ശ്രേഷ്ഠമാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ തോന്നൂല, ഇത്രയൊക്കെ കടിപ്പിച്ച് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ എന്തിന് സലാത്തെല്ലാം പോണത്? തോന്നൂല. നമ്മളെല്ലാം പലിശയിൽ മുങ്ങിയിരിക്കല്ലേ, ഇവിടം വരെ എത്തി, ഇവിടം കൂടെ ഉള്ളൂ. നടക്കുന്ന പലിശ, ഓടുന്ന പലിശ, മൊബൈൽ വിളിക്കുന്നത് പലിശ, വീട്ടിൽ കിടക്കുന്ന കട്ടില് പലിശ, ഇരിക്കുന്ന കസേര പലിശ, കക്കൂസി പോകുന്ന ക്ലോസറ്റ് പലിശ, EMI എടുത്തെടുത്തിട്ട് അവസാനം എന്റെ അമ്മേ എന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അടയ്ക്കാൻ പൈസ ഇല്ല. 29 ആകുമ്പോൾ വിളി വരും, SBI വരും, ഫെഡറൽ ബാങ്കിൽ വരും, കാത്തലിക് സിറിയിൽ വരും, ICCC വരും, എല്ലായിടത്തും കൂടെ. ഞാനിപ്പോ ഇവിടെ ശീശയായിരിക്കുകയാണ്, ഗതിയില്ല, ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ശീശയാവും. എടുക്കുമ്പോ സുഖമായിരുന്നു, എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ എന്ത് സുഖ. അങ്ങനെ നല്ല ഉപയോഗിച്ച് കിടക്കുന്ന ബെഡ് വരാത്, ഉടുക്കുന്ന മുണ്ട് വരാത്. എന്നിട്ട് 27 രാവിലെ ഒറ്റ ഹിടിയാവന്റെ മണ്ടയിൽ കൂടെ മലക്കുള്ള എന്തിനറിയാൻ പോണത്? എന്തിനു കരയാൻ പോണത്? ഉള്ളത് മതി. മീൻ കച്ചവടം, ഒരു പെട്ടി മീൻ എടുത്ത് റാത്തായിട്ട് കച്ചവടം ചെയ്ത 2000-2500 രൂപ കാശ് കിട്ടും. 11 മണിയാവുമ്പോ 2500 രൂപ കാശ് കിട്ടും. 2 പെട്ടി മീൻ വിറ്റ് 50,000 രൂപ കാശ് കിട്ടും. കായംകുളം മുതൽ അങ്ങോട്ട് അടൂർ വരെ പോ, 2 സൈഡിലും മീൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ചുമ്മാ പണിയൊന്നും ഇല്ലെങ്കിൽ മാറി ചെയ്യോ? ഒരു മാസം 1.5 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ശമ്പളം എല്ലാം കഴിഞ്ഞിട്ട്. ഒരു എഞ്ചിനീയറിന് 45,000 കിട്ടുള്ളൂ. ഒരു മീൻ കച്ചവടക്കാരന്റെ ശമ്പളം 1.5 ലക്ഷം രൂപയാണ്. കണക്കൂട്ടി നോക്കിയാൽ
ചുമ്മാ കണക്കൂട്ടിരുന്ന് കുത്തിയിരുന്ന്. നമ്മൾ എത്ര പൈസ ആവശ്യമില്ല അംബാനിക്ക് കൊടുക്കുന്നത്? ഒരു വീട്ടിൽ 5 മൊബൈൽ, 13 15 1500 മാസം തോറും അവൻ നമ്മൾ കൊടുക്കുകയാണ്. 5 മൊബൈൽ ഏറ്റവും കുറഞ്ഞ ഒരു വീട്ടിലുണ്ട്. നമ്മൾ കൂട്ടി നോക്കി ഒരു വർഷം എത്ര രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന്. 500 മഹലിൽ 500 പേരുണ്ടെങ്കിൽ 500 പേരും 1500 രൂപ വെച്ച് 10-15 ലക്ഷം രൂപ എല്ലാ മാസവും അവന്റെ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. 15 ലക്ഷം രൂപ. ആ 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മദ്രസ പണിയാം. എന്തിനാ? ഹലോ ഇതിനു വേണ്ടി 15 ലക്ഷം രൂപ. ഇതിനുവേണ്ടി നമ്മൾ 15 ലക്ഷം രൂപ ചെലവാക്കണം. അതോടെ പവർ അനുസരിച്ച് ചിലർ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ കണക്കുകൾ നമ്മൾ നോക്കാറുള്ളൂ. അള്ളാഹ് കൊടുക്കുമ്പോൾ മാത്രം പേഴ്സ് എടുത്ത് വെച്ചിട്ട് 10 രൂപ ഉണ്ടോ നോക്കും, 2 രൂപ ഉണ്ടോ നോക്കും, 1 രൂപ ഉണ്ടോ നോക്കും. അംബാനിക്ക് കൊടുക്കുമ്പോൾ 300, 500, 1000, 1500 കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കാം. അള്ളാഹ് ഇങ്ങോട്ട് നമുക്ക് തരുന്നതോ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹ് വാരിട്ട് തന്നു നമുക്ക്. കണക്കില്ലാതെ അള്ളാഹ് നമുക്ക് തന്നു. കണക്കറിയണോ? അറ്റാക്ക് വരുമ്പോ ആശുപത്രി പോ. സാറേ എത്ര ഉണ്ട്? ഇപ്പൊ കാണുന്ന 2 ബ്ലോക്കാണ്. ഇനി ചെയ്ത് നോക്കട്ടെ. കബൂലായാല് 3.5 നിർത്താം. കബൂലായില്ലെങ്കിൽ ചിലപ്പോ 2 കൂടെ വേണ്ടി വരും. അങ്ങനെയുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അടുത്ത് കിഡ്നിക്ക് പ്രശ്നം വന്നു. 70 ലക്ഷം കുറഞ്ഞത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഒരു 10 കുറയ്ക്കാം, 60-നകത്ത് തീർക്കാം. കിഡ്നിയുടെ വില. ശ്വാസകോശം മാറ്റാൻ ഇപ്പൊ ഞാൻ നിലമ്പൂര് പ്രസംഗിക്കാൻ പോയി. അവിടെ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ട് ശ്വാസകോശം മാറ്റി വെക്കാൻ കൊണ്ട് ഹൈദരാബാദിൽ കൊണ്ട് 80 ലക്ഷം രൂപ പാട്ടപ്പിരിവ് നടത്തിയിട്ട് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തോണ്ട് പോയിട്ട് 80 ലക്ഷം രൂപയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് 7ന്റെ അന്ന് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ റാഹത്തായിട്ട് വീട്ടിൽ വന്നു. ശ്വാസകോശം മാറ്റി വെച്ച്. ഇതൊക്കെ അള്ളാഹിന്റെ തർത്തീബ്, അള്ളാഹ് തീരുമാനിക്കുന്നതല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ഈ പൈസ ഒക്കെ നമ്മൾ എങ്ങനെയാ പോകുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതൊക്കെ എങ്ങനെ ഈ ആശുപത്രിക്കാരന്മാർ തിന്നുന്ന തീറ്റി. ഇതിപ്പോ അവന്മാർക്കൊരു ബിസിനസ്സാ. ഇപ്പൊ എല്ലാവരും യൂട്യൂബിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി തെണ്ടി പിരിച്ചു കൊടുക്കുന്നത്, ഈ നക്കാപ്പിച്ചെല്ലാം തിന്നത് ഈ ആശുപത്രിക്കാരന്മാർ നാളെ നരകത്തിന്റെ തീ ഉണ്ടാക്കി വെക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ചെറിയ ദയുണ്ടോ? ദയയുടെ ഒരംശം 1.5 കോടി രൂപ കൊടുത്ത് മജ്ജ മാറ്റി വെച്ച് ഓപ്പറേഷൻ ചെയ്ത് റാഹത്തായി വീട്ടിൽ ഒരു 2 മാസമെങ്കിലും ആ മോനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. അതിന് മുമ്പേ ആളടിച്ചു പോവല്ലേ. പിന്നെ എന്തിനിത് ചെയ്യിപ്പിക്കുന്നത്? ഈ പാവത്തുങ്ങളെ കൊണ്ട് ഈ പിരിച്ചു കൊടുത്ത് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നിഅമത്തുണ്ടല്ലോ വാരി വലിച്ചള്ള തന്നിട്ടുണ്ട്. മുട്ടുവേദന പറഞ്ഞു മാറ്റാൻ പോ 8 ലക്ഷം രൂപയാ. അപ്പൊ എത്ര രൂപ അള്ളാഹ്ക്ക് കൊടുക്കണം നമ്മള്? വയറിന് പ്രശ്നം, ഓപ്പറേഷൻ ചെയ്യും. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കിട്ടാതെ ലക്ഷങ്ങൾ ഓരോരുത്തർ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ അള്ളാഹു തന്നെ തരുമ്പോ നമ്മൾ എത്ര ലക്ഷം അള്ളാഹ് കൊടുക്കണം? ചിന്തിച്ചാൽ മതി. ഓരോന്നും ചിന്തിക്കും. കണ്ണ് ചിന്തിച്ചാൽ മതി, കാത് ചിന്തിച്ചാൽ മതി, മൂക്ക്. ഒരു ദിവസം 22,222 പ്രാവശ്യം ശ്വാസം വിടാം. ഫ്രീ ആയിട്ടല്ല നമ്മൾ വിടുന്നത്. ഈ സാധനം അങ്ങനെ നടഞ്ഞു പോയാലേ ഒരു ദിവസം 40,000 രൂപ കൊടുക്കണം. ഇങ്ങനെ വലിക്കുന്ന അതിന് 40,000 രൂപ കൊടുക്കണം. 10 ദിവസം കിടന്ന 4 ലക്ഷം. വീടുകാർ പറയും ശ്വാസം പോയാലും കുഴപ്പമില്ല, തീർന്ന് എന്റെ പൈസ അതിന് കൊടുത്തേരെ. 10 ദിവസം 4 ലക്ഷം രൂപ ശ്വാസം വിട്ടതിന്. പൈസ ഇപ്പൊ 50 ആയി. എത്ര കോടി അള്ളാഹ് കൊടുക്കണം? കണക്ക് കൂട്ട്. എത്ര കോടി അള്ളാഹ് കൊടുക്കണം? എന്താ കൊടുക്കണം? വേണ്ടായോ? ചുമ്മാ കുത്തിയിരുന്ന അള്ളാഹ് ഫ്രീ ആയിട്ട് തരിക. ബ്രീത്ത് ഫ്രീ ആയിട്ട് വരികയാണ്. ഇതിപ്പോ മറ്റേ സാധനം എല്ലാം കൊണ്ട് വായിക്കാത്ത തൊണ്ടയ്ക്കാത്തുള്ള കുത്തിക്കയറ്റി വെക്കുമ്പോൾ 60,000 70,000 ദിവസം തോറും കൊടുക്കണം. ഒന്ന് ചിന്തിച്ചാ മതി. അള്ളാഹ് നിനക്കുന്നു നിഅമത്തുള്ള എത്ര അള്ളാഹ് വാരി വലിച്ച് നിനക്കുന്നു. നീ അള്ളാഹ് കൊടുക്കുന്നത് പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് കൊടുത്ത പോലെ, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത പോലെ വാരി വലിച്ചു കൊടുക്കണം. അത് കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. നല്ലപോലെ ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മുടെ റിസ്ഖും നമ്മുടെ സ്വഭാവങ്ങളെയും അല്ലാഹു നേരത്തെ തീരുമാനിച്ചു നിജപ്പെടുത്തി കഴിഞ്ഞു. ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നല്ലപോലെ ഒന്ന് കേൾക്കണേ പൊന്നുമക്കളെ. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹുക്ക് ഇഷ്ടമുള്ളവർക്കും അവൻ ഇഷ്ടമില്ലാത്തവർക്കും ദുനിയാവ് വാരി കോരി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഏറ്റവും വലിയ പണക്കാര്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. പക്ഷേ വയുഅതി ദീന മൻ യുഹിബ്ബു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ പരിശുദ്ധമായ ദീൻ അല്ലാഹു നൽകുകയുള്ളൂ. ചിന്തിച്ചോളി. അദാനിക്കല്ല കൊടുത്തില്ല, അംബാനിക്കല്ല കൊടുത്തില്ല, രവിപിള്ളക്കല്ല കൊടുത്തില്ല, അബൂജഹലിന് കൊടുത്തില്ല, കാറൂന് കൊടുത്തില്ല, ഫറോവയ്ക്ക് കൊടുത്തില്ല, ഹാമാന് കൊടുത്തില്ല, ഉബയ്യ് ഇബ്നു ഖലഫിന് കൊടുത്തില്ല. ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരായിരുന്നു കേട്ടോ. ഇവർക്കൊന്നും അല്ലാഹു കൊടുക്കാത്ത ദീന് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് തന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നല്ലാഹ യുഅതി ദീന മൻ യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് അല്ലാഹു ദീൻ നൽകിയത്. ആ ദീൻ ആരാണോ ഏറ്റെടുത്തത് അവരോട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്ന ഉപദേശമാണ് അടുത്ത് വരുന്നത്. ഫമൻ അതാഹുല്ലാഹു അദ്ദീന, ആർക്കാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ദീൻ നൽകിയത് അവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുകയാ, അവനെ അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയാ, അവനെ അല്ലാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയാണ്. ഒരാൾക്ക് ദീൻ അല്ലാഹു കൊടുത്തെങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു. ഇനി അവന്റെ ഡ്യൂട്ടിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹുല്ലാഹ് വഔറദഹു ജന്നതഹു. അല്ലാഹു ആരെ ഇഷ്ടപ്പെട്ടു അവന്റെ മേൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏ മനുഷ്യ, നീ ഹലാലായതല്ലാത്തത് സമ്പാദിക്കരുത് കേട്ടോ. ഹലാലായത് നീ സമ്പാദിക്കണേ. അങ്ങനെ ഹലാലായത് നീ സമ്പാദിച്ചാൽ അല്ലാഹു നിനക്ക് നൽകുന്നത് ഔറദഹു ജന്നതഹു, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. അസാബഹുല്ലാഹ്, അവൻ കൊടുക്കുന്ന സമ്പത്തിന് ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നതിന് അല്ലാഹു അവന് പ്രതിഫലം ഏറ്റി നൽകുമത്രേ. ومن اكتسب مالا من غير حله وأنفقه في غير حقه أورده الله دار الهوان. ഒരു സത്യവിശ്വാസി അപേക്ഷിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിനക്ക് ഹിദായത്തും ഈമാനും അല്ലാഹു നൽകിയത്. അതുകൊണ്ട് നീ ഹറാം സമ്പാദിക്കല്ലേ. അങ്ങനെ ഹറാം നീ സമ്പാദിച്ചിട്ട് അതിൽ നിന്ന് നീ സദഖ ചെയ്തിട്ട് ഫയതഖബ്ബലഹു ഫയുബാറക ലഹു ഫീഹി, അത് സ്വീകരിക്കണേ അല്ലാഹ്, അതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുകയുമില്ല, അതിൽ ബർക്കത്ത് ചെയ്യുകയുമില്ല. കണ്ടോ, അത് സ്വീകരിക്കയില്ല, അതിൽ അല്ലാഹു ബർക്കത്തും ചെയ്യൂല. സ്വീകരിക്കയില്ല, ബർക്കത്തും ചെയ്യൂല. ഇപ്പൊ ആട്ടോ കൺസൾട്ടൻസി നടത്തുന്ന ഒരാള്, പലിശയുമായി ബന്ധപ്പെട്ട ഒരാള് നമ്മുടെ ഇവിടെ സദഖ ചെയ്യുന്നു, 50,000 രൂപ സദഖ ഞാൻ ദുആ ചെയ്യുന്നു, പക്ഷെ അല്ലാഹു അത് സ്വീകരിക്കൂല. എനിക്കറിയില്ല നീ ചെയ്യുന്നത് ഹറാമാണോ ഹലാലാണോ എന്നത്, അതെനിക്കറിയില്ല. പെട്ടെന്ന് പൈസക്കാരൻ ലോട്ടറി എടുക്കും. ഓരോരുത്തർ പോയി ഗൾഫിലൊക്കെ ലോട്ടറി, സൗദിയിലൊക്കെ ലോട്ടറി, ഹലാലായ ലോട്ടറി, ഹറാമായ ലോട്ടറി. അത് കൊള്ളാം, അത് കൊള്ളാം. ഗൾഫിലെ ലോട്ടറിയാണ്. അറബികൾക്ക് എന്താ വിവരമില്ലേ ഉസ്താദേ? സൗദികൾക്ക് വിവരമില്ലേ? ദുബായികൾക്ക് വിവരമില്ലേ? അവിടെ കോടാനകോടിയുടെ ലോട്ടറി കച്ചവടം നടത്തിയിട്ട് കേരളക്കാരൻ ഇന്ത്യക്കാരനൊക്കെ അടിക്കുന്നുണ്ടല്ലോ. മില്യൺ കണക്കിന് ഡോളറാണ് അവൻ സമ്മാനവുമായി നാട്ടിലേക്ക് വരുന്നത്. പ്രവാസിയുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പത്രത്തിന്റെ തലക്കെട്ടിൽ കാണാം. പൊന്നുമോനെ സുബൈറേ, നിന്റെ പണം നരകത്തിലോട്ട് കൊണ്ടുപോകും കേട്ടോടാ. നിന്നെ മാത്രമല്ല അതുകൊണ്ട് സൂയിക്കുന്ന നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കുടുംബം
കുടുംബമുണ്ടല്ലോ ആ പണം നരകത്തിലേക്കാണ്. ഇവിടെ നിനക്ക് BMW വാങ്ങാം, മിനി കൂപ്പർ വാങ്ങാം, ഇവിടെ നിനക്ക് വലിയ വലിയ വണ്ടികളൊക്കെ വാങ്ങാം, വലിയ വീടുകളൊക്കെ വെക്കാം. പൊന്നുമോനെ, നീ മരിക്കുമ്പോ ഏറ്റവും കുറഞ്ഞ തുണിയിലാളാ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത്. ഒരു വീല് പോലും ഇല്ലാത്ത, ഗ്രീസ് അടിക്കാത്ത, പെട്രോൾ അടിക്കാത്ത വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. പൊന്നുമോനെ, AC ഇല്ലാത്ത, ഫാൻ ഇല്ലാത്ത, കൂളർ ഇല്ലാത്ത 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലാടാ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്നത്. അപ്പോഴായിരിക്കും മോനെ 50 കോടിയുടെ ലോട്ടറിയുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അന്ന് നിനക്ക് ശിക്ഷ വരുമ്പോ ഒരാളും നിന്നെ സഹായിക്കാൻ അവിടെ ഉണ്ടാവില്ല കേട്ടോടാ. ആരുണ്ടാവില്ല. നല്ല രസമായിരിക്കും, കോടിക്കണക്കിന് രൂപയായിട്ട് ഇങ്ങോട്ട് വരാൻ നല്ല രസമായിരിക്കും. അറബികളല്ലേ, അറബിയൊക്കെ എന്താ വരാം. അൽ-അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖാ. ഖുർആൻ തന്നെ പറഞ്ഞതാണ് അറബികൾ ഏറ്റവും വലിയ കുഫറിന്റെയും നിഫാഖിന്റെയും ഉടമകളാണെന്ന്. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. അറബികൾ ചെയ്യുന്നതാണ് നമ്മുടെ മാതൃക. അറബികളെ നോക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ നേതാവ് റസൂലുള്ളാഹിയാണ്. നമ്മുടെ നേതാവ് അറബികളല്ല. പരിശുദ്ധമായ ഖുർആനിനെയും പരിശുദ്ധമായ ഹദീസുകളെയും തേജോവധം ചെയ്തിട്ട് അവിടെ ബാറുകളും ഡാൻസുകളും ലോട്ടറികളും ഒക്കെ കൊണ്ടുവന്നിട്ട് ലോകം അവസാനിക്കണ്ടേ, ഖിയാമത്ത് വരണ്ടേ, പിന്നെ കഅബ ശരീഫ് പോലും വലിമസമാകുന്ന അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും കേട്ടോ, അന്ന് മദീന മുനവ്വറയിലൂടെ പേപ്പട്ടികളും പട്ടികളും കേറി അലഞ്ഞു തിരിയുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്ന് ആ പരിശുദ്ധമായ മദീനയിലെ നോൺ മുസ്ലിം നോട്ട് അലൗഡ് എന്ന ബോർഡ് എടുത്തു മാറ്റിയത്. എല്ലാവരും അവിടേക്ക് കയറി ഇറങ്ങുകയല്ലേ. അങ്ങനെ വന്ന് ലോകം അവസാനിക്കുന്ന സമയത്ത് പേപ്പട്ടികളും പട്ടികളും അവിടേക്ക് കയറി ഇറങ്ങാതെ ലോകം അസ്തമിക്കുകയില്ല മക്കളെ. അതിന്റെ തുടക്കമായിരിക്കാം ഇന്ന് നമ്മൾ ഈ കാണുന്ന പേക്കൂത്തുകൾ. അവിടെ ബാർ വന്നു, ഇവിടെ കള്ള് വന്നു, അവിടെ കള്ളു കൊടുക്കുന്നു, അവിടെ പെണ്ണുങ്ങൾ ഡാൻസ് ആടുന്നു, അവിടെ പലിശ. ഇത് വരണല്ലോ, ലോകം അസ്തമിക്കണ്ടേ. ഇത് വന്നാലേ ലോകം അസ്തമിക്കുള്ളൂ. അതുകൊണ്ട് സൗദിയിൽ നിന്ന് എടുത്തതാണ് ഈ വണ്ടി. അത് ലോണാണ്, അവിടെ കൊടുക്കുന്ന ലോണ്. അവര് ഖുർആൻ പഠിച്ചവരല്ലേ, അവര് ഹദീസ് പഠിച്ചവരല്ലേ. മോനെ, അവരല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിയാണ് നമുക്ക് നാളെ ശഫാഅത്ത് തരേണ്ടത്. ആ റസൂലുള്ളാഹി നിനക്കൊരു ലോൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വട്ടം നിനക്കെടുക്കാം. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു മിനി കൂപ്പർ എടുത്താൽ കൊള്ളാന്ന്. കാരണം ഈ വാള് പറഞ്ഞ് ഓടി നടക്കാം. ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് ത്യാഗം സഹിച്ച് KSRTC ബസ്സിലൊക്കെ കയറി വന്നത്. ഉറങ്ങാൻ വയ്യാതെ ഇവിടെ വന്ന് കിടന്നാ ഉറങ്ങിയത്. ഒരു മിനി കൂപ്പർ ഉണ്ടെങ്കിൽ ഷൂഷു എന്ന് പറക്കാൻ. ഇച്ചിരി പൈസ കിട്ടിയിരുന്നേ പലിശക്ക് എടുത്ത് നമുക്ക് ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞായിട്ടെങ്കിലും കണ്ടില്ല. വാളന്മാർ വേണമെങ്കിൽ ഇച്ചിരി എടുത്തെന്ന് പറഞ്ഞ് അതീത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ റാഹത്തിട്ട് പോയി എടുത്തേനെ. എന്തിനാ ഈ പഴയ തുരുമ്പ് വണ്ടി കൊണ്ട് നടക്കുന്നത്? ഈ പൈസ വേണ്ടേ? ഈ പലിശ പഴയ വണ്ടി കൂടെ 10 വർഷം പഴക്കമുള്ള വണ്ടി എന്റെ വണ്ടി. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. പേടിച്ചിട്ട് ഒരു വണ്ടി എടുക്കണം, 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ മതി, 10 ലക്ഷം പിന്നെ അടച്ചാൽ മതി. ഇടി എവിടെ കിട്ടും? ഇവിടെ ആർക്കും ഒന്നും പറയില്ല. ഞാൻ കുഞ്ഞിരുന്ന് ഇടികൊള്ളണം. കുനിച്ചിരുന്ന് ഇടിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പൊ അല്ലേ അത്? കൊള്ളാം, അടി കിട്ടട്ടെ. അയാൾ കുറെ കിടന്ന് അവിടെ കളിച്ചല്ലേ. നടക്കില്ല. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ആ പൈസ ഒന്നും വേണ്ട, ഉള്ളത് മതി. അൽഹംദുലില്ലാഹ്, ഉള്ളത് മതി. പക്ഷേ ഒരു കാലം വരെ റസൂലുള്ളാഹി പറഞ്ഞു, യഅതി അലന്നാസി സമാൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ ഫമൻ ലം യഅകുൽ മിനർ റിബാ അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. നബിയുനാ റസൂലുള്ളാഹി. ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേലെ സംജാതമാകും സഹാബത്തേ, അന്ന് പലിശ തിന്നാത്തവരായി ആരും കാണില്ല കേട്ടോ. ആരെങ്കിലും അല്ലാഹയെ പേടിച്ചിട്ട് പലിശ ഉപേക്ഷിച്ചാൽ
അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് പാവപ്പെട്ട ഒരു കിളവൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാ പോകുന്നത്. ചെറ്റ വീടാണ്, ചെറിയ കുടിലാണ്, പലിശയുമായി ഒരു ബന്ധമില്ല, ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലുമില്ല, സാധുവാണ്. കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് പോകാൻ രണ്ടാം കുട്ടിയിൽ നിന്ന് KSRTC ബസ്സിൽ കൈ കാണിച്ച് കയറിയിട്ട് 20 രൂപ കൊടുത്ത് കായംകുളം മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അയാൾ ഒരു പലിശയുമായി ബന്ധമില്ല. പക്ഷേ KSRTC എടുത്തിരിക്കുന്ന മൊത്തം കിഫ്ബിയുടെ പൈസ കൊണ്ടാണ്, പലിശ പണം കൊണ്ടാണ്. ഈ പൈസ പലിശയുടെ വണ്ടിയിലാണ് ഉപ്പാ നിങ്ങൾ യാത്ര ചെയ്തത്. അല്ലാണ്ട് റസൂലിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ. ഒരു കാലം വരും പലിശ തിന്നാത്തവൻ പോലും പലിശയുടെ പൊടിയെങ്കിലും തട്ടാതിരിക്കൂല. ഇവിടുന്ന് നമ്മൾ വലിയ ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ കടന്ന് എറണാകുളം, കോഴിക്കോട്, കൊല്ലമൊക്കെ പുഷ് ബാക്ക് സീറ്റിൽ വലിയ വലിയ സ്മോൾ സ്ലീപ്പർ കിടന്നു പോകുന്ന ബസ്സല്ല. ഫുൾ പൈസ കൊടുത്തെടുത്തു, ഫുൾ പൈസ കൊടുത്തെടുത്ത നമ്മൾ ഫുൾ പൈസ കൊടുത്ത ടിക്കറ്റ് എടുത്തത്, നമ്മൾ ഫുൾ പൈസ കൊടുത്ത ടിക്കറ്റ് എടുത്തത്. പക്ഷെ വണ്ടിക്കാരെ ഫുൾ പൈസ കൊടുത്തിട്ടില്ല. പകുതി ലോൺ കാരണ ഇടയ്ക്ക് വെച്ച് ചിലപ്പോ താമരശ്ശേരി വെച്ച് പിടിച്ചോണ്ടും പോകാം CC അടച്ചിട്ട്. നമ്മൾ പിന്നെ അവസാനം വെളി കിടക്കേണ്ടി വരും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞെന്താ, നമ്മൾ നാളെ ഒരു ദീനിന്റെ ഒരു ദഅവത്തിന് വേണ്ടി കോഴിക്കോട് ജമാഅത്ത് പോവാണ്. 10 പേര് ആ ബസ്സിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് പലിശയായിട്ട് ഒരു ബന്ധവുമില്ല. പലിശ ആ വണ്ടി പലിശയുടെ വണ്ടിയാണ്. അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. ഈ 12 മണിക്കൂർ പലിശയുടെ മുകളിൽ തന്നെ നമ്മൾ ഇരുന്ന് പോകേണ്ടി വരും എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? ആശുപത്രിയിൽ പോകുന്നു, എല്ലാം പലിശയ്ക്ക് ലോൺ എടുത്തിട്ടല്ലേ അത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ബാങ്കുകാർ അവിടെ തന്നെ ഒരു ബാങ്ക് സ്ഥാപിച്ചേക്കാണ്. ദിവസം തോറും മനുഷ്യനെ കുത്തി കീറിയിട്ട് ആ പൈസ അതിനകത്തോണ്ടിട്ട് നിറച്ചു കൊടുക്കണം. നിറച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റലിലും അവിടെ തന്നെ ഒരു കൗണ്ടർ, ഓരോ ബാങ്കിന്റെ കൗണ്ടർ പലിശ കൊടുത്ത് പലിശയ്ക്ക് പണം എടുത്തിട്ട് വീട് വെച്ചിട്ട് ആ വീട്ടിൽ പോയി രാവിലെ ഉസ്താദ് അൽ ഫാത്തിഹ ഫാത്തിഹ ഓതിയിട്ട് കോഴിക്കാല് തിന്നും പോർക്കണം. 50 ലക്ഷം രൂപയുടെ വീട്, 20 ലക്ഷം ഞങ്ങളുടെ കയ്യിൽ പൈസ, 30 ലക്ഷം ബാങ്ക് എടുത്താണ് ഉസ്താദെ. ബാങ്കിൽ നിന്ന് ലോണാണ്. ടൈൽസിൽ കൂടെ ചൂട് പലിശ അടിച്ചു കയറും ചന്തി കൂടെ മുകളിലോട്ട്. ചിന്തിച്ചാ മതി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും പലിശയായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് പലിശ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നടക്കുന്ന മൊത്തം അങ്ങനല്ലേ? സൂക്ഷിക്കണ്ടേ, 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 കഴിവത് സൂക്ഷിക്കുക. ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പോലും EMI ആയി. ഒരു തലങ്ങണി വാങ്ങുന്നത് EMI. ഇവന്മാരിങ്ങനെ വെച്ചിരിക്കുക 0% വെച്ച്. സർവ്വതി ഉസ്താനെ വിളിച്ചിട്ട് ചോദിച്ചു ഇതൊക്കെ ഹലാലാണെന്ന് ചോദിച്ചു. എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിച്ച വ്യക്തിയാണ്. ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കും 0% എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിൽ വെക്കും. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടേ ഇല്ല. ഇല്ല, അത് തെറ്റാണ്. അങ്ങനെ കൊടുക്കാനേ പാടില്ല. 0% ആണ് എന്ന് പറഞ്ഞൊക്കെയാണ് നമ്മൾക്ക് വരുന്നത്. 1% ഇല്ല. അവസാനം നമ്മളെല്ലാം ഓക്കെ പറയാൻ പോകുമ്പോൾ അവസാനം പറയും ഇത് സർവീസ് ചാർജാ ഉസ്താദേ, ഇത് സർവീസ് ചാർജാ. ചിന്തിച്ചു നോക്കി. അതൊക്കെ വായിക്കണം. കുറെ പേപ്പർ ഉണ്ട്, അവരൊരു തൗറാത്ത് നമ്മുടെ മുന്നിൽ തരും, നമ്മളതൊക്കെ ഒപ്പിട്ടും കൊടുക്കും. വല്ല അറിയും വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ വല്ല വിവരം വേണ്ടേ വായിക്കാൻ? ഈ 90 പേപ്പർ ഇംഗ്ലീഷ് എഴുതിയിട്ടാണ്. നമുക്ക് 10 ലക്ഷം രൂപയുടെ ലോൺ വേണം, ചിലപ്പോൾ 50,000 രൂപയുടെ ഒരു മൊബൈൽ എടുക്കാൻ പോവാണ്. ഈ 90 പേപ്പറിനകത്ത് ഒപ്പിട്ട് കൊടുക്കും. ഒരു കാർ എടുക്കാൻ പോവാണ്, കാർ, ഒരു സ്കൂട്ടർ എടുക്കാൻ പോവാണ്, ഒപ്പിട്ട് കൊടുക്കും. സഫിയ, നീ സ്കൂട്ടർ എടുക്കാൻ പോയിട്ട് ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടാ? ഇതെന്താ എഴുതിയിരിക്കുന്നത്? ആരും എഴുതിയിട്ട് വായിക്കാനല്ല, അത് വായിക്കാൻ പറ്റൂലല്ലോ. വായിക്കാതിരിക്കാനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്നു, ഓപ്പറേഷന് കയറ്റി ഭാര്യയെ ഒപ്പിട്ട് കൊടുക്കണം. എന്തുവാ എന്നൊന്നും നോക്കണം, എങ്ങനെ രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന്. രക്ഷപ്പെടുത്തും എന്നല്ല പറഞ്ഞത്, അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. സമ്മതമാണോ എന്നാ ചോദിച്ചത്. അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, സമ്മതാണോ? വേറെ മാർഗമില്ല. ഒപ്പിട്ട് പിന്നെ മയ്യത്താട്ട് വരുമ്പം നിങ്ങൾ ഒപ്പിട്ടതുപോലെ തന്നെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ, എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ, എല്ലാം. അവളെ ചിന്തിച്ചാൽ മതി സുഹൃത്തുക്കളെ, നമ്മൾ വെറുതെ പറയല്ല. എല്ലാവർക്കും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ഇതുപോലെ കടിച്ചു പൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹെ പേടിച്ചിട്ടാണ്. അല്പങ്ങൾ സൂക്ഷിക്കുക, 100% വേണ്ട. അല്പം പറ്റുന്നത് പോലെ നമുക്ക് പലിശ ഒഴിവാക്കാൻ പറ്റും. നമുക്കിപ്പോ ലോൺ എടുക്കലും പലിശയ്ക്ക് പണം എടുക്കലും ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ സ്വർണം വെക്കലും ഇതൊക്കെ ഈസിയായി. ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ് മുസ്ലിം പെണ്ണുങ്ങൾ, ഇങ്ങനെ ഈ പരതായിട്ടൊക്കെ ഇട്ട് പണയം വെക്കാൻ. അല്ല, ബാങ്ക് ഇപ്പൊ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ അത് ഹറാമാ വേണ്ടെന്ന് പറയാൻ അത്രയും സൂക്ഷ്മത പാലിക്കൽ വലിയ ബുദ്ധിമുട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ.
എല്ലാ വിഷയവും ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ പലിശകൾ നോക്കണം. നമുക്ക് ഇൻകമിങ്ങിൽ വരുന്ന പലിശ നമുക്ക് നോക്കണം. ആ ഇൻകമിങ്ങിൽ വരുന്ന പലിശ എടുത്ത് നമ്മൾ മാറ്റി ആർക്കെങ്കിലും അത് വെറും സാധുക്കൾക്ക് ഒരു നിയ്യത്ത് പോലും ഇല്ലാതെ കളയുന്നത് പോലെ കൊടുത്തേക്കണം. പലിശയുമായി ബന്ധപ്പെട്ട സംഭവം അത് നമുക്ക് വേണ്ട. നമുക്ക് ഹലാലായ നമ്മൾ കഷ്ടപ്പെട്ട പണം മതി നമുക്ക്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ബാക്കിയൊക്കെ വിട്ടേക്ക്. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി 10,000 രൂപ മാസം തോറും കൊടുത്തിട്ട് 10 ലക്ഷം രൂപ ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോൾ ഏറ്റെടുത്ത് വെച്ചിരിക്കുക. ഇവൻ ഇപ്പോഴും നിയത്തി ചെയ്ത് എനിക്ക് നാളെ അറ്റാക്ക് വരും, എനിക്ക് നാളെ കിഡ്നി രോഗം വരും, എനിക്ക് നാളെ ഹാർട്ടിന്റെ പ്രശ്നം വരും, എനിക്ക് നാളെ സ്ട്രോക്ക് വരും. ഇവനങ്ങ് തീരുമാനിച്ചിട്ട് പോയി ഹെൽത്തിന്റെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുക പ്രൈവറ്റ്. 10,000 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള 10 പേർക്ക് 10 ലക്ഷം രൂപ വെച്ചുള്ള ഒരു വർഷത്തെ ഫ്രീ ചികിത്സ. നമുക്ക് വേണ്ട. നമുക്ക് പാവപ്പെട്ട മെഡിക്കൽ കോളേജ് ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുക. അള്ളാഹ് അതിൽ ശിവ തരും. സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യല്ലേ, അള്ളാഹ് അതിൽ ചികിത്സ. നമ്മൾ ഈ 10 ലക്ഷം എടുത്തിട്ട് ആശുപത്രിയിലത്തെ രോഗം നാളെ വരും ഒന്നും പിടിച്ചിരിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. റബ്ബിന്റെ അടുക്കൽ ദുആ ചെയ്യ്, പടച്ചവനെ അങ്ങനെ വലിയ രോഗമൊന്നും വരാൻ നീ സഹായിക്കണേ അള്ളാഹ്. ഇനി അങ്ങനെ രോഗം വന്നാൽ ഹലാലായ പൈസ കൊണ്ട് നിന്റെ ശരീരത്തെ നീ സഹായിക്ക്, ചികിത്സിക്ക്. ഹറാമിന്റെ പൈസ കൊണ്ട് നീ ചികിത്സിച്ചാൽ മൂത്രം കൊണ്ട് നിന്റെ വസ്ത്രം കഴുകിയവനെ പോലെയാവും. നമുക്കത് വേണ്ട. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ കമാ അമറ ബിഹൽ മുർസലീൻ. യാ അയ്യുഹർ റസൂലു ഖുലൂ മിനത് തയ്യിബാത് വഅമലൂ സാലിഹാ. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കണേ, നന്മ ചെയ്യണേ, സാലിഹായ അമലുകൾ പ്രവർത്തിക്കണേ എന്ന് അല്ലാഹു തആല പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ സത്യവിശ്വാസികളായ നമ്മളോടും അല്ലാഹു പറയുകയാ, നല്ലത് കഴിക്കണേ, നല്ലത് കൊടുക്കണേ, നല്ലത് സമ്പാദിക്കണേ, നല്ല അമലുകൾ നിങ്ങൾ ചെയ്യണേ.